കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നദികളും വരുന്നുണ്ട്. അപ്പം നദികളെ കുറിച്ചുള്ള പഠനം എന്താണ്? പോട്ടമോളജിയാണ്. നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജിയാണ്. പോട്ടമോളജിയാണ് നദികളെ കുറിച്ചുള്ള പഠനം. ഇനി കേരളത്തിലെ നദികള് ഒരു നദിയാണെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ കണക്കാക്കണമെങ്കിൽ എന്താണ് അതിന്റെ യോഗ്യത എന്ന് പറയുന്നത്? അപ്പൊ 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദിയായി കണക്കാക്കുന്നത്. എങ്ങനെയാണ്? 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദിയായിട്ട് കണക്കാക്കുന്നത്. ഇപ്പൊ നോക്കിക്കേ, കേരളത്തിലെ നദികളുടെ എണ്ണം 44ആണ്. നമുക്കറിയാം കേരളത്തിൽ 44 നദികളാണ് ഉള്ളത്. അതില് മീഡിയം നദികൾ എന്ന് പറയുന്നത് 4 എണ്ണവും മൈനർ റിവേഴ്സ് 40 എണ്ണവുമാണ്. എന്താണ് മീഡിയം റിവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? മീഡിയം റിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 മുതൽ 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ നദീതടം ഉള്ളത് അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശമുള്ള നദികളെയാണ് മീഡിയം റിവേഴ്സ് ആയിട്ട് പരിഗണിക്കുന്നത്. 2000 മുതൽ 20,000 വരെ വൃഷ്ടിപ്രദേശമുള്ള നദികളെയാണ് മീഡിയം റിവേഴ്സ് ആയിട്ട് പരിഗണിക്കുന്നത്. അങ്ങനെ മീഡിയം റിവറുകൾ നമുക്ക് 4 എണ്ണമാണ് ഉള്ളത്. പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ് എന്നിങ്ങനെ 4 നദികളാണ് മീഡിയം നദികളായിട്ട് കേരളത്തിൽ ഉള്ളത്. ബാക്കിയൊക്കെ മൈനർ റിവേഴ്സ് ആണ്. 40 എണ്ണം മൈനർ ആയിട്ടുള്ള നദികളാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41ആണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41ഉം കിഴക്കോട്ടൊഴുകുന്നത് 3 എണ്ണവുമാണ്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ 11 എണ്ണമാണ് ഉള്ളത്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ 11 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയായിരിക്കും? പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ് നമ്മൾ മീഡിയം റിവേഴ്സ് ആണെന്ന് പറഞ്ഞു. അവയുണ്ട്. 100 കിലോമീറ്ററിലധികം നീളമുള്ളതാണ്. പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്. പിന്നെ ഉള്ളത് ചാലക്കുടിപ്പുഴയാണ്. ചാലക്കുടിപ്പുഴ, കടലുണ്ടിപ്പുഴ, അച്ചൻകോവിലാർ, കല്ലട, മൂവാറ്റുപുഴ, വളപട്ടണം, ചന്ദ്രഗിരിപ്പുഴ എന്നിവയാണ് 11 നദികളും. കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവം പശ്ചിമഘട്ടമാണ്. കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരമാണ്. കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറാണ്. തിരുവനന്തപുരത്താണ് നെയ്യാർ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. പിന്നെ ഏറ്റവും ചെറുത് മഞ്ചേശ്വരമാണ്. 16 കിലോമീറ്റർ ആണ് ഉള്ളത്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കബനി. കിഴക്കോട്ട് ഒഴുകുന്നതിൽ കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനിയാണ്. ആകെ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അതിൽ ഏറ്റവും വലുത് കബനിയും ചെറുത് പാമ്പാർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. 19 കിലോമീറ്റർ ആണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. 19 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതെന്ന് ചോദിച്ചാൽ അത് അയിരൂർ പുഴയാണ്. ഇനി ഓരോ പ്രധാനപ്പെട്ട നദികൾ നോക്കാം. ആദ്യമായിട്ട് പെരിയാർ നോക്കാം. നീളം പറഞ്ഞു 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. ഇപ്പം നീളം മാത്രമല്ല അതിന്റെ വൃഷ്ടിപ്രദേശം എത്രയാണെന്ന് കൂടി ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പെരിയാറിന്റെ വൃഷ്ടിപ്രദേശം എത്രയാണ്? 5398 ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാറിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. 5398 ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാറിന്റെ വൃഷ്ടിപ്രദേശം. അതിൽ 5284 കേരളത്തില്, 114 ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട്ടിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ടോട്ടൽ വൃഷ്ടിപ്രദേശം ചോദിച്ചാല് 5398 ആണ് പെരിയാറിന്റേത്. പക്ഷെ ഇത് 2ാം സ്ഥാനത്താണ്. വൃഷ്ടിപ്രദേശത്തില് പെരിയാറിന് 2ാം സ്ഥാനമാണ് ഉള്ളത്. 2ാം സ്ഥാനം. ഫസ്റ്റ് വരുന്നത് ഭാരതപ്പുഴയ്ക്കാണ്. നീളം പെരിയാറിനാണ് കൂടുതൽ. പക്ഷെ വൃഷ്ടിപ്രദേശത്തിന്റെ അടിസ്ഥാനത്തില് ഭാരതപ്പുഴയാണ് 1ാം സ്ഥാനത്ത് വരുന്നത്.
പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ്. ശിവഗിരി മല ഇതാണ് PSC പ്രകാരം വരുന്നത്. PSC പ്രകാരം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മുല്ലപ്പെരിയാറിന്റെ ഒക്കെ ആ പ്രശ്നം വന്ന സമയത്ത് സുപ്രീം കോടതിയിൽ പെരിയാർ കേരളത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നാണ് കേരളം പറഞ്ഞിരിക്കുന്നത്, കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അത് തമിഴ്നാടും അംഗീകരിച്ച ഒരു വാദമാണ്. അതായത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന്റെ തെക്കൻ അതിർത്തിയിൽ ചൊക്കാമ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് നദി ഉത്ഭവിക്കുന്നതെന്നാണ് കേരളം നൽകിയിട്ടുള്ള പ്രസ്താവന. അത് ശരിയാണെന്ന് അവര് വെച്ചിട്ടുമുണ്ട്. പക്ഷെ PSC പ്രകാരം ഈ ചൊക്കാമ്പെട്ടി എന്നുള്ളത് ഇതുവരെ വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ശിവഗിരി മല തന്നെയാണ് ഇപ്പൊ നിലവിലുള്ള ആൻസർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദി പെരിയാറാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്നത് പെരിയാറിനെയാണ്. ചൂർണി, പെരിയാർ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് പെരിയാറിനാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാറിനെയാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാറിനെയാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. മലയാറ്റൂർ പള്ളി, ആദി ശങ്കര കീർത്തി സഭാമണ്ഡപം എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. പിന്നെ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതൊക്കെ പെരിയാറാണ്. ഇനി പെരിയാറിന്റെ പോഷക നദികൾ ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാൻകുട്ടിയാർ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷക നദികളാണ്. മുല്ലയാർ, മുതിരപ്പുഴയാർ, പെരിഞ്ഞാൻകുട്ടിയാർ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ എന്നിവയാണ് പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. അപ്പൊ പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമ സ്ഥാനത്താണ് എന്ത് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമ സ്ഥാനത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് തേക്കടി തടാകം അല്ലെ, തേക്കടി തടാകം, പെരിയാർ ദേശീയോദ്യാനം ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു അങ്ങനെയാണ് ആ തടാകം ഉണ്ടാക്കിയിരിക്കുന്നത്, ഡാം നിർമ്മിച്ച്. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണി, കുണ്ടള എന്നിവ. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ മൂന്നാറ്, മുതിരപ്പുഴ, നല്ലതണി, കുണ്ടള എന്നിവയാണ് ആ 3 ആറുകൾ. പെരിയാർ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം ആലുവയാണ്. അപ്പൊ പെരിയാർ മംഗലപ്പുഴ എന്നും മാർത്താണ്ഡൻ പുഴ എന്നും രണ്ടായി പിരിയുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ആലുവയാണ്. മംഗലപ്പുഴ പതിക്കുന്നത് ചാലക്കുടിപ്പുഴയിലാണ്. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കിയും എറണാകുളവുമാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ. പെരിയാറിന്റെ പതനസ്ഥാനം എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായലിലാണ്. ഇനി പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ നോക്കാം. ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേരിമംഗലം, ലോവർ പെരിയാർ എന്നിവയാണ് പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ. ഏതൊക്കെയാണ്? ജലവൈദ്യുത പദ്ധതികളാണ് ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നിവയാണ് പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളാണ് തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം. പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവയാണ്. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നതാണ് 99 വെള്ളപ്പൊക്കം. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നതാണ് 99 വെള്ളപ്പൊക്കം. അത് കൊല്ലവർഷം 1099 നടന്നതുകൊണ്ടാണ് അങ്ങനെ 99 വെള്ളപ്പൊക്കം എന്ന് അറിയപ്പെടുന്നത്. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം, അല്ലെങ്കിൽ പഴയ പേര് മുസിരിസ് എന്നാണ്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്.
ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഇത് പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പെരിയാറിൽ 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. പഴയ പേര് മുസിരിസ്. ഇത്രയാണ് പെരിയാറിനെ പറ്റിയുള്ളത്. അടുത്തത് ഭാരതപ്പുഴ നോക്കാം. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ വൃഷ്ടിപ്രദേശം ചോദിച്ചാല് 6186 ചതുരശ്ര കിലോമീറ്റർ ആണ്. 6186. വൃഷ്ടിപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതപ്പുഴയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനം പെരിയാറിന്, ഒന്നാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കുമാണ്. നീളത്തിന്റെ കണക്ക് കൂട്ടിയാൽ രണ്ടാം സ്ഥാനത്താണ് ഭാരതപ്പുഴ വരുന്നത്. വൃഷ്ടിപ്രദേശം നോക്കിയാൽ വലുത് ഭാരതപ്പുഴയാണ്. അതില് 4400 ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലും 1786 കിലോമീറ്റർ തമിഴ്നാട്ടിലുമായിട്ടാണ് നിൽക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ ആണെങ്കിൽ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഭാരതപ്പുഴയാണ്. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. സ്ഥലം എവിടെയാണ്? തിരുനാവായയുടെ തീരത്ത്. തിരുനാവായയാണ് ആ സ്ഥലം. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴയാണ്. ഇനി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സ്ഥലം ശരിക്കും പോത്തന്നൂരിനടുത്ത് നിന്നാണ്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ മലപ്പുറം, പാലക്കാട്, തൃശ്ശൂര് എന്നിവയാണ്. ഭാരതപ്പുഴ ഏതൊക്കെ ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂര് എന്നീ ജില്ലകളിൽ കൂടിയാണ്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനിപ്പുഴ എന്നാണ്. ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഇനി ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴയുണ്ട്, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് മായന്നൂർ, തൃശൂർ ജില്ലയില്. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം ഏതാണ്? മായന്നൂർ വെച്ചിട്ടാണ് ചേരുന്നത്, തൃശൂർ ജില്ലയിലാണ്. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴ എവിടെ വെച്ചാണ് ഭാരതപ്പുഴയിൽ ചേരുന്നത്? പറളിയിൽ വെച്ചിട്ട്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനിയിൽ വെച്ചിട്ടാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നത് പൊന്നാനിയിൽ വെച്ചിട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരുമാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഏതെന്ന് ചോദിച്ചാൽ അത് പൊന്നാനി തുറമുഖമാണ്. കേരളത്തിൽ ഏറ്റവും വിസ്തീർണമുള്ള നദീതടമാണ് ഭാരതപ്പുഴയുടെ, പറഞ്ഞു നമ്മൾ, 6186 ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തീർണം.
മിനി പമ്പ പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മിനി പമ്പ. മിനി പമ്പ. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയാണ്. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയാണ്. തൂതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് കുന്തിപ്പുഴ. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയാണ്. തൂതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് കുന്തിപ്പുഴ. പാത്രക്കടവ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കുന്തിപ്പുഴയിലാണ്, പാലക്കാട്. പാത്രക്കടവ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കുന്തിപ്പുഴയിലാണ്, പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. പാത്രക്കടവ് പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, പാത്രക്കടവ് പദ്ധതിയൊക്കെ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് കുന്തിപ്പുഴയിലാണ്. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ്. മീൻവല്ലം പദ്ധതി തൂതപ്പുഴ. അപ്പൊ അത്രയാണ് ഭാരതപ്പുഴയെ പറ്റിയുള്ളത്. അടുത്ത നദി നോക്കാം, പമ്പ. നീളം 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം. 176 കിലോമീറ്റർ. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ എന്ന് പറയുന്നത്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ്. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ്. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പയിലാണ്. ശബരിമല, എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പുളിച്ചിമലയിൽ നിന്നാണ്. പുളിച്ചിമല ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പീരുമേട് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സ്ഥലം പുളിച്ചിമലയാണ്. പുളിച്ചിമല എന്ന് പറയും. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. പമ്പയുടെ ദാനം കുട്ടനാട്. പമ്പയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ എന്നിവ. പമ്പയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ എന്നിവ. പമ്പാ നദി ഒഴുകുന്ന ജില്ലകളാണ് പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പത്തനംതിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ്. പത്തനംതിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അച്ചൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വീയപുരം. അച്ചൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വീയപുരം എന്ന് പറയുന്നത്. വീയപുരം അറിയാലോ, ആലപ്പുഴയിലെ ഒരു റിസർവ് വനമാണ് വീയപുരം എന്ന് പറയുന്നത്. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ചൻ കോവിലാർ. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ചൻ കോവിലാർ. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി അച്ചൻ കോവിലാർ ആണ്. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അടുത്തത് ചാലിയാർ നോക്കാം. ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരിക്കുന്നിൽ നിന്നാണ്. വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. നീളം 169 കിലോമീറ്റർ ആണ്. 169 കിലോമീറ്റർ. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാലിയാറാണ്. അപ്പൊ ചാലിയാറിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ചാലിയാറാണ്. ഇനി പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാരിപ്പുഴ എന്നിവയാണ് ചാലിയാറിന്റെ പോഷക നദികൾ. ഏതൊക്കെയാണ് ചാലിയാറിന്റെ പോഷക നദികൾ? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാരിപ്പുഴ എന്നിവയാണ്. ഇനി ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവയാണ്. വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത്. ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വെച്ചിട്ടാണ്. ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വെച്ചാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ഏതെന്ന് ചോദിച്ചാൽ അത് ചാലിയാറാണ്.
കേരളത്തിൽ വായു ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവ് കെ.എ. റഹ്മാനാണ്. കെ.എ. റഹ്മാൻ. ചാലിയാർ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗ്വാളിയോർ റയോൺസ് മാവൂർ. മാവൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്വാളിയോർ റയോൺസ് മാവൂർ. ചാലിയാർ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഗ്വാളിയോർ റയോൺസ് ആണ്. അത് അടച്ചുപൂട്ടുകയൊക്കെ ചെയ്തു. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികളാണ് ചാലിയാറും പെരിയാറും. ചാലിയാറും പെരിയാറും. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. അടുത്തത് ചാലക്കുടി പുഴ നോക്കാം. ചാലക്കുടി പുഴ. നീളം 145.5 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴയുടെ നീളം. ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ആനമല. കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ. പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ്. അപ്പൊ പോഷക നദികൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പറമ്പിക്കുളം നദി, കുരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ നദികൾ ചേർന്നാണ് ചാലക്കുടി പുഴ രൂപം കൊള്ളുന്നത്. ഇനി ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂര്, എറണാകുളമാണ്. പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഇത് ചോദിച്ചിട്ടുണ്ട്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്. എല്ലാവർക്കും അറിയാം, എല്ലാവരും പോയിട്ടുള്ളതായിരിക്കും. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് എന്നിവ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥാപിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. ഏതൊക്കെയാണ്? ഷോളയാർ ജലവൈദ്യുത പദ്ധതിയുണ്ട്, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയുണ്ട്. ഇത് രണ്ടും ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർമുഴി. തുമ്പൂർമുഴി ഡാം ചാലക്കുടി പുഴയിലാണ്. തുമ്പൂർമുഴി ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല. ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല. ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്സ്ബോ തടാകം അറിയാലോ, ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കാണപ്പെടുന്നതാണ്. നദികള് ഈ രീതിയിൽ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ കിടക്കും. ഇതാണ് ഓക്സ്ബോ എന്ന് പറയുന്നത്. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ്. പെരിയാറിലെ ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ്. ഇലന്തിക്കരയിൽ വെച്ച് ചാലക്കുടി പുഴ പെരിയാറുമായി ചേരുന്നു. പിന്നീട് ഇവ ഒന്നിച്ചൊഴുകി കൊടുങ്ങല്ലൂർ കായലുമായും അതിനുശേഷം അറബിക്കടലുമായും ചേരുന്നു. അപ്പൊ എങ്ങനെയാണ്? ഇലന്തിക്കരയിൽ വെച്ചിട്ട് ചാലക്കുടി പുഴ. ഈ പേരൊക്കെ ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഇപ്പൊ ഇങ്ങനെ ഈ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇപ്പൊ മീനച്ചിലാറിനെ പറ്റിയൊക്കെ കുറെ ഇങ്ങനെ ചോദിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തീരെ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ മീനച്ചിലാറിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ നദികളെ പറ്റിയൊക്കെ ചോദിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ ഫാക്ടുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇലഞ്ഞിക്കരയിൽ വെച്ച് ചാലക്കുടി പുഴ പെരിയാറുമായി ചേരുന്നു. ഇലഞ്ഞിക്കരയിൽ വെച്ചിട്ടാണ് ചാലക്കുടി പുഴ പെരിയാറുമായിട്ട് ചേരുന്നത്. പിന്നീട് അവ ഒന്നിച്ചൊഴുകി കൊടുങ്ങല്ലൂർ കായലുമായിട്ടും അതിനുശേഷം അറബിക്കടലിലും ചേരുന്നു. പറമ്പിക്കുളം, ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. പറമ്പിക്കുളം, ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാടുമാണ്. അടുത്തത് നെയ്യാറ്. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലയാണ്, പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് എല്ലാ നദികളും ഉത്ഭവിക്കുന്നത്. അപ്പൊ നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമലയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. 56 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാറാണ്. നീളം 56 കിലോമീറ്റർ ആണ്. നെയ്യാറിന്റെ പോഷക നദികളാണ് കല്ലാറ്, കരവലിയാറ്. നെയ്യാറിന്റെ പോഷക നദികൾ കല്ലാർ, കരവലിയാർ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിന്റെ തീരത്താണ്. നെയ്യാറിന്റെ തീരത്ത്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിന്റെ തീരത്താണ്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. നെയ്യാർ പതിക്കുന്ന കടൽ അറബിക്കടലാണ്. നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിലാണ്.
അടുത്തത് മഞ്ചേശ്വരം. മഞ്ചേശ്വരം പുഴ നോക്കാം. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവം ബാലാപൂണി കുന്നുകളാണ്. കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവം എവിടെയാണ്? ബാലാപൂണി കുന്നുകളാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം. 16 കിലോമീറ്റർ മാത്രമാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. ഈ പേരൊക്കെ പഠിച്ചു വെക്കണം. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളക്കായലാണ്. ഉപ്പളക്കായൽ. മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളക്കായലിലാണ്, കാസർഗോഡാണ്. അടുത്തത് ചന്ദ്രഗിരിപ്പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. പെരുമ്പുഴ, പയസ്വിനി എന്നൊക്കെ അറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. പെരുമ്പുഴ, പയസ്വിനി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. പെരുമ്പുഴ, പയസ്വിനി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. മലയാളക്കരയ്ക്കും തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കുന്ന പുഴയാണ് ചന്ദ്രഗിരിപ്പുഴ. മലയാളക്കരയ്ക്കും തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്നതാണ് ചന്ദ്രഗിരിപ്പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? ചന്ദ്രഗിരിപ്പുഴയാണ്. അടുത്തത് കല്ലടയാറ്. കല്ലടയാർ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിലാണ്. കല്ലടയാറിന്റെ പോഷക നദികളാണ് കുളത്തൂപ്പുഴ, ചെന്തുരുണി, കൽത്തുരുത്തി എന്നിവ. കല്ലടയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? കുളത്തൂപ്പുഴ, ചെന്തുരുണി, കൽത്തുരുത്തി എന്നിവ. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറ്റിലാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറ്റിലാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലടയിലാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ്, കൊല്ലത്താണ്. പാലരുവി വെള്ളച്ചാട്ടം കല്ലടയിലാണ്. കല്ലടയാറിന്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായലാണ്. കല്ലടയാറിന്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ളതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കല്ലടയാറിന്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായലാണ്. മിക്കതും അറബിക്കടലിലും വേമ്പനാട്ട് കായലിലും ഒക്കെയാണ് പതിക്കുന്നത്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളൊക്കെ. പക്ഷെ കല്ലടയാറ് പതിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. അഞ്ചരക്കണ്ടിപ്പുഴ. തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. അഞ്ചരക്കണ്ടിപ്പുഴ ഉത്ഭവിക്കുന്ന എവിടെയാണ്? തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അഞ്ചരക്കണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഇടുമ്പത്തോട്, കപ്പുതോട്. ഏതൊക്കെയാണ് അഞ്ചരക്കണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികൾ? ഇടുമ്പത്തോട്, കപ്പുതോട് എന്നിവയാണ്. അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ്. അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്നത് കണ്ണൂരാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അടുത്തത് കുപ്പം നദി. കുപ്പം നദിയുടെ ഉത്ഭവം പടിനൽക്കാട് ചുരം കർണാടകയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കുപ്പം നദി ഉത്ഭവിക്കുന്നത് പടിനൽക്കാട് ചുരം, കർണാടക. കുപ്പം നദി വളപട്ടണം നദിക്ക് സമാന്തരമായി ഒഴുകി മാട്ടൂൾ എന്ന സ്ഥലത്ത് വെച്ച് വളപട്ടണം നദിയുമായിട്ട് ചേരുന്നു. അപ്പൊ കുപ്പം നദി വളപട്ടണം നദിക്ക് സമാന്തരമായിട്ട് ഒഴുകി മാട്ടൂൾ എന്ന സ്ഥലത്ത് വെച്ച് വളപട്ടണം നദിയുമായി ചേരുന്നു. കുപ്പം നദി 82 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത്. കുപ്പം നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇനി പോഷക നദികൾ നോക്കാം. പാക്കാട്ടുപുഴ, കുറ്റിലോൾപ്പുഴ, മുക്കൂട്ടത്തോട്, ചിരിയത്തോട് എന്നിവയാണ്. പാക്കാട്ടുപുഴ, കുറ്റിലോൾപ്പുഴ, മുക്കുട്ടത്തോട്, ചിരിയത്തോട് എന്നിവയാണ് കുപ്പം നദിയുടെ പോഷക നദികൾ. മാട്ടൂൾ എന്നറിയപ്പെടുന്ന നദിയാണ് കുപ്പം. മാട്ടൂൾ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് കുപ്പമാണ്. തളിപ്പറമ്പിലൂടെ ഒഴുകുന്ന നദിയാണ് കുപ്പം. തളിപ്പറമ്പിലൂടെ ഒഴുകുന്ന നദിയാണ് കുപ്പം. കുപ്പം നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ കേരളവും കർണാടകയാണ്. കേരളവും കർണാടക. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ കാസർഗോഡാണ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴയാണ്. കോരപ്പുഴ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴയാണ്. ഒ വി വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തൂതപ്പുഴയാണ്. ഒ വി വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തൂതപ്പുഴയാണ്. എസ് കെ പൊറ്റക്കാട്ടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇരുവഞ്ഞിപ്പുഴയാണ്. ഇരുവഞ്ഞിപ്പുഴ. എസ് കെ പൊറ്റക്കാട്ടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇരുവഞ്ഞിപ്പുഴയാണ്. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്നത് മീനച്ചിലാറാണ്. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി മീനച്ചിലാറാണ്. കോട്ടയത്താണ് മീനച്ചിലാറ്.
സ്ഥിതി ചെയ്യുന്നത്. നാവായികുളത്ത് നിന്ന് ഉത്ഭവിച്ച് നടയറ കായലിലേക്ക് ഒഴുകുന്ന നദിയാണ് അയിരൂർ പുഴ. നാവായികുളത്ത് നിന്ന് ഉത്ഭവിച്ച് നടയറ കായലിലേക്ക് ഒഴുകുന്ന നദിയാണ് അയിരൂർ പുഴ. തിരുവനന്തപുരം ജില്ലയിലെ പന്തലക്കോട് കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് അഞ്ചുതെങ്ങ് കായലിൽ പതിക്കുന്ന നദിയാണ് മാമമ്പുഴ. 27 കിലോമീറ്റർ ആണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ പന്തലക്കോട് കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് അഞ്ചുതെങ്ങ് കായലിൽ പതിക്കുന്ന നദിയാണ് മാമമ്പുഴ. അപ്പൊ മാമമ്പുഴ പതിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കായലിലാണ്. ചെമുഞ്ഞിമുട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അഞ്ചുതെങ്ങ് കായലിൽ പതിക്കുന്ന വേറൊരു നദിയാണ് വാമനപുരം പുഴ. വാമനപുരം പുഴ 88 കിലോമീറ്റർ ആണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം ചാലിപ്പുഴയാണ്, ചാലക്കുടിയല്ല, ചാലിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിപ്പുഴയാണ്, ചാലിപ്പുഴ. പറവൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ഇത്തിക്കരപ്പുഴ. പറവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കരപ്പുഴ. കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. കിള്ളിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം ആറ്റുകാൽ ക്ഷേത്രം. വാഗമണ്ണിൽ നിന്ന് ഉത്ഭവിച്ച വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ. മീനച്ചിലാർ 78 കിലോമീറ്റർ ആണ് മീനച്ചിലാർ ഉള്ളത്. വാഗമണ്ണിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിലേക്കാണ് ഒഴുകിയെത്തുന്നത്. മീനച്ചിലാർ 78 കിലോമീറ്റർ ആണ്. ശരിക്കും പറഞ്ഞാല് അരയ്ക്കുന്നമുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ് മീനച്ചിലാർ ഉത്ഭവിക്കുന്നത്. അരയ്ക്കുന്നമുടി അരയ്ക്കുന്ന മുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് മീനച്ചിലാർ ഉത്ഭവിക്കുന്നത്. എന്നിട്ട് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. 78 കിലോമീറ്റർ ആണുള്ളത്. ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ പോലെയായിരുന്നു. മിക്കവരും അത് തെറ്റിച്ചു. ഈ പുണ്യനദി എന്നൊക്കെ കിടക്കുമ്പോഴത്തേക്കിന് ഗൗണനാടി, കവനോക, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യനദി മീനച്ചിലാർ എന്നാണ് വന്നത്. ഈ മീനച്ചിലാറിനെ ഇങ്ങനെ പുണ്യനദിയായിട്ടൊക്കെ പറയുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും പലർക്കും വ്യക്തമല്ലായിരുന്നു. എനിക്കും വ്യക്തമല്ലായിരുന്നു. പുണ്യനദി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ പമ്പ അങ്ങനെയൊക്കെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ മിക്കവർക്കും അതൊരു കൺഫ്യൂഷനായി. മീനച്ചിലാർ അതിന്റെ ഓപ്ഷൻ കണ്ടപ്പോൾ മിക്കവർക്കും അത് തെറ്റിപ്പോയൊരു ക്വസ്റ്റ്യൻ ആണ്. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യനദിയാണ് മീനച്ചിലാർ. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നറിയപ്പെടുന്നത് മീനച്ചിലാറാണ്. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നറിയപ്പെടുന്നത് മീനച്ചിലാറാണ്. മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം. മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കോട്ടയമാണ്. അരുവിക്കര, പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് കരമന നദിയിലാണ്. അരുവിക്കര, പേപ്പാറ കരമന നദിയിലാണ്. തിരുവനന്തപുരം ജില്ല. വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കടലുണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഒലിപ്പുഴ, വേളിയാർ എന്നിവ. കടലുണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഒലിപ്പുഴ, വേളിയാർ എന്നിവ. മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. തേജസ്വിനി പുഴ എന്നറിയപ്പെടുന്നത് കാര്യങ്കോട് പുഴയാണ്. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ, മാഹി എന്നൊക്കെ അറിയപ്പെടുന്നത്. മയ്യഴിപ്പുഴ, മാഹി. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം വയനാടൻ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. ചോദിച്ചിട്ടുള്ളതാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടിയാണ്. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തത്? കൊടുങ്ങരപ്പള്ളം. ചോദിച്ചിട്ടുള്ളതാണ്. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തത്? കൊടുങ്ങരപ്പള്ളമാണ്. കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവം തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ്. പതിക്കുന്നത് ഭവാനിപ്പുഴയിലാണ്. കൊടുങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? പെരുമാൾമുടിയാണ്, തമിഴ്നാടാണ്. പെരുമാൾമുടി. പതിക്കുന്നത് ഭവാനിപ്പുഴയിലാണ്. ഭവാനിപ്പുഴ. അത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പടിഞ്ഞാറോട്ടുള്ള നദികൾ അത്രയാണ്. ഈ കിഴക്കോട്ടുള്ളത് നോക്കാം. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണെന്ന് നമ്മൾ പറഞ്ഞു. കബനി, ഭവാനി, പാമ്പാറ് എന്നീ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാറും ഭവാനിയും. പാമ്പാറും ഭവാനിയും തമിഴ്നാട്ടിലോട്ടാണ് ഒഴുകുന്നത്. പിന്നെ ഈ കബനി, പാമ്പാറ്, ഭവാനി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണെന്ന് ചോദിച്ചാൽ അത് കാവേരിയുടെ പോഷക നദികളാണ്. കാവേരിയുടെ പോഷക നദികളാണ്. ഈ 3 നദികളും ഒഴുകിയെത്തുന്നത് കാവേരിയിലോട്ടാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലോട്ടാണ് കബനി ഒഴുകുന്നത്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. ബാക്കി രണ്ടും ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലോട്ടും. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം നദി. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം നദിയും കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് കബനിയുമാണ്. ഈ കബനി നോക്കാം. കബനി നദിയുടെ ഉത്ഭവം തൊണ്ടാർമുടിയാണ്. തൊണ്ടാർമുടി വയനാട്. കബനി നദി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടിയാണ്, വയനാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ്, നീളം 240 കിലോമീറ്റർ ആണ്. 240 കിലോമീറ്റർ ആണ് കബനിയുടെ നീളം, മൊത്തത്തിലുള്ള നീളം. എന്നാൽ കേരളത്തിലൂടെയുള്ള നീളം 56.6 കിലോമീറ്റർ മാത്രമാണ്. കേരളത്തിലുള്ള കബനിയുടെ നീളം 56.6 കിലോമീറ്റർ ആണ്. കബനി ഒഴുകുന്നത് വയനാട്ടിൽ കൂടെയാണ്, വയനാട് ജില്ലയിൽ കൂടെയാണ് ഒഴുകുന്നത്. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും രാജീവ് ഗാന്ധി ദേശീയോദ്യാനത്തിന്റെ ഇപ്പം നാഗർഹോള എന്ന് പറയുന്നതും രാജീവ് ഗാന്ധി നാഷണൽ പാർക്കാണ്. ദേശീയ ഉദ്യാനത്തിനും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് കബനി. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും രാജീവ് ഗാന്ധി ദേശീയ ഉദ്യാനത്തിനും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് കബനി. രാജീവ് ഗാന്ധി അല്ലെങ്കിൽ നാഗർഹോള. ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്? പനമരം, മാനന്തവാടി എന്നീ നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്. ഏതൊക്കെ നദികളാണ്? പനമരം, മാനന്തവാടി. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് നാഗർഹോളെ ദേശീയോദ്യാനം, കർണാടക. നാഗർഹോളെ ദേശീയോദ്യാനം, കർണാടക. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. കപില എന്നറിയപ്പെടുന്ന നദി കബനിയാണ്. കബനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ്. കാവേരി നദിയിലാണ്. കാവേരിയുടെ പോഷക നദിയാണല്ലോ കബനി. അപ്പൊ സ്വാഭാവികമായിട്ടും കാവേരിയിലാണ് പതിക്കുന്നത്. കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം തിരുമക്കുടലു നരസിപ്പുര എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. തിരുമക്കുടലു നരസിപ്പുര എന്ന സ്ഥലത്ത് വെച്ചാണ് കാവേരിയുമായിട്ട് ചേരുന്നത്. കർണാടകയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം, വയനാട്ടില്. അത് കബനിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം, വയനാട്ടില് സ്ഥിതി ചെയ്യുന്നത് കബനിയിലാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം ഏതെന്ന് ചോദിച്ചാലും അത് ബാണാസുര സാഗർ ആണ്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാം ആണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനത്തോടാണ്. കരമനത്തോട്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനത്തോടാണ്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനിയിലാണ്. അടുത്തത് പാമ്പാറ്. ദേവികുളത്തെ ബെൻമൂറിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ. അപ്പൊ പാമ്പാർ ഉത്ഭവിക്കുന്ന എവിടെയാണ്? ദേവികുളത്തെ ബെൻമൂറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നിട്ടത് തമിഴ്നാട്ടിലോട്ട് ഒഴുകുന്നു. നീളം 31 കിലോമീറ്റർ ആണ്. പാമ്പാറിന്റെ നീളം 31 കിലോമീറ്റർ ആണ്. കേരളത്തിൽ 25 കിലോമീറ്റർ ആണ് പാമ്പാറ് ഒഴുകുന്നത്. കേരളത്തിൽ 25 കിലോമീറ്റർ. ഇടുക്കി ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ഉത്ഭവസ്ഥാനത്ത് തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. ഉത്ഭവസ്ഥാനത്ത് തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി. ഇപ്പൊ പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദിയാണ് അമരാവതി. അമരാവതി കാവേരിയുടെ പോഷക നദിയാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് പാമ്പാറാണ് എന്ന് പറഞ്ഞായിരുന്നു. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണ്. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണ്. പാമ്പാറിന്റെ മറ്റ് പ്രധാന പോഷക നദികൾ നോക്കാം.
ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ എന്നിവയാണ്. ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ എന്നിവയാണ് പാമ്പാറിന്റെ പ്രധാന പോഷക നദികൾ. പാമ്പാർ പതിക്കുന്നത് കാവേരി നദിയിലാണ്, തമിഴ്നാട്ടില്. അടുത്തത് ഭവാനി. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരി കുന്നുകളാണ്. നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഭവാനി ഉത്ഭവിക്കുന്നത്. നീളം 217 കിലോമീറ്റർ ആണ്. 217 കിലോമീറ്റർ ആണ് ടോട്ടൽ നീളം. അത് കേരളത്തിലൂടെ ഒഴുകുന്നത് 37.5 കിലോമീറ്റർ മാത്രമാണ്. 37.5 കിലോമീറ്റർ. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാടാണ്. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാടാണ്. ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികളാണ് ശിരുവാണി, വരകാർ എന്നിവ. ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? ശിരുവാണി, വരകാർ എന്നിവയാണ്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ശിരുവാണിയിലാണ്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായിട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? ശിരുവാണിയാണ്. ശിരുവാണി. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടിയൂരാണ്. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടിയൂരാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഭവാനിയിലാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഭവാനിയിലാണ്. ഭവാനി നദി പതിക്കുന്നത് കാവേരിയിലാണ്. കാവേരിയിൽ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മുരാട് പുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. അപ്പൊ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മൂരാട് പുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ കുറുമാലിപ്പുഴയാണ്. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കുറുമാലിപ്പുഴയാണ്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്നത് ചാലിയാറാണ്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ കാര്യം പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഭവാലിയാണ്. ഭവാലി. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഭവാലി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ചീങ്കണ്ണിപ്പുഴ. അപ്പൊ അത്രയാണ് കേരളത്തിലെ നദികളെ പറ്റിയുള്ളത്.